ബംഗാളിലെ രാഷ്ട്രീയക്കാറ്റ് മാറി വീശുകയാണ്. 15 വർഷമായി മമതാ ബാനർജി കാത്തു സൂക്ഷിച്ച തൃണമൂൽ കോട്ട ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്ന കാഴ്ചയാണോ നമ്മൾ കാണാൻ പോകുന്നത്. ഏറ്റവും പുതിയ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്നത് ബംഗാൾ രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുന്ന ഒരു സുനാമി മുന്നറിയിപ്പാണ്. വിശ്വസനീയമായ ടുഡേസ് ചാണക്യ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ബംഗാളിൽ BJP വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്നാണ് പ്രവചനം. 294 സീറ്റുകളുള്ള നിയമസഭയിൽ 192-ലധികം സീറ്റുകൾ നേടി BJP ചരിത്രം കുറിക്കുമെന്ന് സർവേകൾ പറയുന്നു. ഭരണകക്ഷിയായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസ് കേവലം 100 സീറ്റുകളിൽ ഒതുങ്ങും. മറ്റുള്ളവർക്ക് 2 സീറ്റുകൾ മാത്രം ലഭിക്കാനാണ് സാധ്യത. കേവല ഭൂരിപക്ഷത്തിന് വെറും 147 സീറ്റുകൾ മാത്രം മതി എന്നിരിക്കെ ഈ കണക്കുകൾ BJP ക്യാമ്പിൽ ആവേശം അലയടിക്കാൻ കാരണമായിട്ടുണ്ട്. ഏപ്രിൽ 23, 29 തീയതികളിൽ 2 ഘട്ടങ്ങളിലായി നടന്ന വോട്ടെടുപ്പിൽ 90% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. കേന്ദ്രസേനയുടെ കനത്ത കാവലിൽ നടന്ന ഈ റെക്കോർഡ് പോളിംഗ് ഭരണവിരുദ്ധ വികാരത്തിന്റെ അഥവാ BJP നിരന്തരം പറയുന്ന പരിവർത്തനം എന്ന മാറ്റത്തിന്റെ സൂചനയാണെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു. 15 വർഷത്തെ തൃണമൂൽ ഭരണത്തിന് കീഴിൽ മടുത്ത ജനങ്ങൾ വോട്ടിംഗ് കേന്ദ്രത്തിലൂടെ നൽകിയ മറുപടിയാണ് ഈ BJP തരംഗത്തിന് പിന്നിലെന്ന് കരുതപ്പെടുന്നു. ടുഡേസ് ചാണക്യ മാത്രമല്ല, മറ്റു പ്രമുഖ സർവേകളും കാവിപ്പടയുടെ മുന്നേറ്റം തന്നെയാണ് പ്രവചിക്കുന്നത്. മാട്രിക്സ് BJPക്ക് 146 മുതൽ 161 വരെ സീറ്റുകളും PMark 150 മുതൽ 175 വരെ സീറ്റുകളും പ്രവചിക്കുന്നു. ചാണക്യ സ്ട്രാറ്റജീസ് 150 മുതൽ 160 വരെ സീറ്റുകൾ പ്രവചിക്കുമ്പോൾ പോൾ ഡയറി 142 മുതൽ 171 സീറ്റുകൾ വരെ പ്രവചിച്ചുകൊണ്ട് BJPക്ക് വ്യക്തമായിട്ടുള്ള മുൻതൂക്കം നൽകുന്നുണ്ട്. എന്നാൽ പീപ്പിൾസ് പൾസ്, ജൻമത് പോൾസ് തുടങ്ങിയ ചില സർവേകൾ തൃണമൂലിന് വിജയം പ്രവചിക്കുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും മമതയ്ക്ക് എതിരാണ്. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോളുകൾ കടുത്ത മത്സരം പ്രവചിച്ചപ്പോൾ മമത 215 സീറ്റോടെ അധികാരത്തിൽ വരികയും BJP 77 സീറ്റിൽ ഒതുങ്ങിപ്പോവുകയും ചെയ്ത ഒരു ചരിത്രം കൂടി നമ്മൾ ഓർക്കണം. എക്സിറ്റ് പോളുകൾ അന്തിമമല്ലെങ്കിലും ഇത്തവണ കണക്കുകളുടെ കാറ്റ് BJPക്ക് അനുകൂലമാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയായാൽ അത് ബംഗാൾ രാഷ്ട്രീയത്തിൽ ഭീതിയുടെ യുഗാന്ത്യമായിരിക്കും അടയാളപ്പെടുത്തുക. എന്തു തന്നെയായാലും മെയ് 4 വോട്ടെണ്ണൽ നടക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ ചിത്രം വ്യക്തമാകൂ. ബംഗാളിൽ കാവിക്കൊടി പാറുമോ അതോ ദീദി വീണ്ടും അത്ഭുതം കാട്ടുമോ? രാഷ്ട്രീയ കേരളവും ഇന്ത്യയും ഉറ്റുനോക്കുന്നത് മെയ് 4 കാത്തിരുന്ന് കാണാം.